ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു RJ സ്റ്റോറീസ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി, കുഞ്ചാക്കോ ബോബനും പ്രിയാമണിയും മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ട് വരികയാണ്. ഈ സിനിമ ഫസ്റ്റ് ഷോ തന്നെ കാണാനുള്ള കാരണം ഇതിൻ്റെ റൈറ്ററായ ഷാഹി കബീറാണ്. പുള്ളി 3 സിനിമയാണ് ചെയ്തതാണ്. ഇലവിഴ പൂഞ്ചിറ, ജോസഫ്, നായാട്ട്, ഈ 3 സിനിമയ്ക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് പുള്ളിക്ക്. ഇലവിഴ പൂഞ്ചിറ ഡയറക്ഷൻ ആയിരുന്നു, ജോസഫിനും നായാട്ടിനും സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. 3 സിനിമയ്ക്കും അവാർഡ് മേടിച്ചിട്ടുള്ള ആളാണ് ഷാഹി കബീർ. പുള്ളിയുടെ 4ാമത്തെ സ്ക്രിപ്റ്റാണ് ഈ സിനിമ. 4ാമത്തെ അല്ല, 3ാമത്തെ സ്ക്രിപ്റ്റ്. ഈ സിനിമയുടെ ഡയറക്ഷൻ ജിത്തു അഷറഫ്, നല്ല സൂപ്പർ ഡയറക്ഷൻ. ക്യാമറ ചെയ്തിരിക്കുന്നത് റോബി വർഗീസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെയ്ക്സ് ബിജോയ്, അടിപൊളി. അതുപോലെ എഡിറ്റിങ് ചമൻ ചാക്കോയാണ്. ഈ സിനിമ ഒരു ക്രൈം ആക്ഷൻ മൂവിയാണ്. അതായത് ക്രൈമും ഇതിന് അത്ര പുതുമയുള്ള സിനിമയൊന്നുമില്ല. അതായത് പുള്ളിയുടെ മുന്നത്തെ സ്ക്രിപ്റ്റുകൾ പോലെ അത്ര പുതുമയുള്ള ഒരു ക്രൈം ഇതല്ല. പക്ഷേ പടം നല്ല തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്. UA സർട്ടിഫിക്കറ്റ് ആണ്, 16+ ആണ് മൂവി. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ 18+ ആണ് ശരിക്കും മൂവി. സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട പടം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ വിശാഖ് നായരുടെയാണ്. വിശാഖ് നായർ അടാറ് ലുക്കാണ്. വിശാഖ് നായർ ഒരു സൂപ്പർ മോഡലിൻ്റെ ഒക്കെ ലുക്കാണ് വിശാഖ് നായർ. പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഡയലോഗ്സ് ഒക്കെ കുറവാണെങ്കിലും എക്സ്പ്രഷൻസ് ആണ് കൂടുതൽ. അപ്പോൾ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അതിനങ്ങനെ ഡയലോഗ് കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ പോലും പുള്ളിക്കാരിയുടെ ആ ഒരു ക്ലൈമാക്സിൽ വരുന്ന ആക്ഷൻ്റെ ഇടയിൽ വരുന്ന സീനുകളൊക്കെ ആ ചെറിയ കുട്ടി വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ 2 ആക്ഷനാണുള്ളത്. ഇതിൽ സ്റ്റണ്ട് വളരെ നന്നായിട്ടുണ്ട്. 2 സ്റ്റണ്ട് ചെയ്താണ് ഇതിൽ. പിന്നെ എടുത്തു പറയേണ്ടത് കുഞ്ചാക്കോ ബോബൻ്റെ പ്രകടനമാണ്. നല്ല അരഗൻ്റ് ആയിട്ടുള്ള, നല്ല ഷാർപ്പായിട്ടുള്ള പോലീസ് ഓഫീസർ. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്തിട്ട് പുള്ളിയുടെ വല്ല നമ്മുടെ ഈ ചന്താമാമയോ അങ്ങനെ എന്തെങ്കിലും സിനിമയൊക്കെ, പഴയ പുള്ളിയുടെ സിനിമ എടുത്ത് കാണണം. ശരിക്കും പുള്ളിയുടെ ആ ഒരു ആക്ടിങ്ങിൻ്റെ മാറ്റം ശരിക്കും കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റം കാണണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് ആ പഴയ ഏതെങ്കിലും ചന്താമാമയോ അനിയത്തിയോ അതിൻ്റെ ക്ലിപ്പ് എടുത്ത് കണ്ടാൽ മതി. കുഞ്ചാക്കോ ബോബൻ ഏത് ലെവലിൽ മാറി എന്നുള്ളത്. പോലീസ് ഓഫീസറായിട്ടാണ് വരും. പുള്ളി തമാശയായിട്ട് പണ്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. പുള്ളി ഞാൻ എന്താ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചാന്നൊരു തമാശ രീതിയിൽ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പക്ഷെ അടിപൊളി, നല്ല സൂപ്പർ അഭിനയം. പിന്നെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ കഥയിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കാണാതിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രൈം ആക്ഷൻ അത്രേ പറയാനുള്ളൂ സിനിമയെ കുറിച്ച്. പ്രത്യേകിച്ച് പുതുമയുള്ള സ്റ്റോറിയോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ പടം എടുത്തു വെച്ചേക്കുന്ന രീതിയും കാര്യങ്ങളും മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. ഒന്നും പറയാനില്ല. ബോഗൻവില്ലയ്ക്ക് ശേഷം അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കുഞ്ചാക്കോ ബോബൻ്റെ. അപ്പോൾ സിനിമയിൽ പ്രവർത്തിച്ച എൻ്റെ ടീമിന് സല്യൂട്ട്. അപ്പോൾ RJ സ്റ്റോറീസ് സൈനിങ് ഓഫ്. താങ്ക് യു.